നമസ്കാരം. അന്താരാഷ്ട്ര തലത്തിൽ സംഘർഷങ്ങളും നിർണായക തീരുമാനങ്ങളും ഒരേ സമയം ശ്രദ്ധ നേടുകയാണ്. യുക്രൈനിലെ റഷ്യൻ കപ്പലാക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതോടെ ശക്തമായ പ്രതിഷേധവുമായി ഇന്ത്യ രംഗത്തെത്തി. അതേസമയം ഇറാനെതിരായ അമേരിക്കയുടെ വ്യോമാക്രമണം 10ാം ദിവസവും തുടരുന്നതിനിടെ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാവുകയാണ്. ഹോർമുസ് കടലിടുക്കിനോട് ചേർന്നുള്ള മേഖലയിൽ സൈനിക നീക്കങ്ങൾ ശക്തമാകുമ്പോൾ ആഗോള ആശങ്കയും വർദ്ധിക്കുകയാണ്. ഇതിനിടെ വ്യാപാര രംഗത്ത് പുതിയ നികുതി നടപടികളുമായി അമേരിക്ക വീണ്ടും ശ്രദ്ധ നേടുകയാണ്. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ പ്രഖ്യാപിച്ച ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം ഇരു രാജ്യങ്ങളുടെയും വ്യാപാര ബന്ധത്തിൽ പുതിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതേസമയം ആരോഗ്യരംഗത്ത് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന നേട്ടവുമുണ്ട്. രാജ്യത്ത് ആദ്യമായി ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിന് അനുമതി ലഭിച്ചതോടെ രോഗപ്രതിരോധ രംഗത്ത് പുതിയ അധ്യായത്തിന് തുടക്കമിടുകയാണ്. എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. യുക്രൈനിലെ റഷ്യൻ കപ്പലാക്രമണത്തിൽ 4 ഇന്ത്യക്കാരുടെ മരണം സ്ഥിരീകരിച്ച് വിദേശകാര്യ മന്ത്രാലയം. ആക്രമണത്തിൽ പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് മന്ത്രാലയം പറഞ്ഞു. അതേസമയം മരിച്ച ഇന്ത്യക്കാരിൽ ഒരാൾ മലയാളിയാണ്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയനാണ് മരിച്ചത്. യുക്രൈനിലെ ചരക്കു കപ്പലിന് നേരെയുള്ള റഷ്യയുടെ ആക്രമണത്തിൽ 10 പേർക്കാണ് ജീവൻ നഷ്ടമായത്. യുക്രൈൻ നഗരമായ ഒഡേസയ്ക്ക് സമീപത്ത് വെച്ചായിരുന്നു റഷ്യയുടെ ആക്രമണം. ഗിനിയ ബിസാവു പതാകയുള്ള ഗോൾഡൻ ലിയോ കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. സിറിയൻ ഇന്ത്യൻ നാവികരാണ് കപ്പലിലുണ്ടായിരുന്നത്. കപ്പലിലുണ്ടായിരുന്ന 8 ജീവനക്കാരെ രക്ഷിച്ചതായി യുക്രൈൻ സീപോർട്ട് അതോറിറ്റി അറിയിച്ചിരുന്നു. റഷ്യൻ ആക്രമണത്തിന് പിന്നാലെ മോസ്കോ ലക്ഷ്യമാക്കി 100 കണക്കിന് ഡ്രോണുകളാണ് യുക്രൈൻ വിക്ഷേപിച്ചത്. ഇറാനെതിരായ വ്യോമാക്രമണം 10ാം ദിവസവും തുടർന്ന അമേരിക്കൻ സൈന്യം. US സെൻട്രൽ കമാൻഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആക്രമണത്തിൽ ഇറാന്റെ തെക്കുകിഴക്കൻ തീരദേശ നഗരങ്ങളായ സിറിക്, ബന്ദർ അബ്ബാസ്, ഖീഷം ദ്വീപ്, ചബഹാർ, കൊനാരാക് എന്നിവിടങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള സൈനിക കേന്ദ്രങ്ങൾ, തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു US ആക്രമണം. ഇറാഖിൽ US സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാനിൽ വ്യാപക ആക്രമണം അമേരിക്ക അഴിച്ചുവിട്ടിരിക്കുന്നത്. 9 ദിവസം പിന്നിട്ട പോരാട്ടത്തിനിടെ 4 US സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. US സൈനികർ കൊല്ലപ്പെട്ടാൽ ഇനിയും കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. മറുപടിയായി ബഹ്റൈനിലെ വ്യോമ നാവിഗേഷൻ സംവിധാനം ലക്ഷ്യമിട്ട് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. എന്നാൽ ആക്രമണം വ്യോമ ഗതാഗതത്തെ ബാധിച്ചിട്ടില്ലെന്ന് രാജ്യത്തെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. കുവൈറ്റ് ലക്ഷ്യമാക്കിയും ഇറാൻ മിസൈൽ തൊടുത്തു. ഇതിനിടെ ഹോർമുസിൽ 2 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. UAE തീരത്ത് മറ്റൊരു കപ്പലിന് നേർക്ക് ആക്രമണം ഉണ്ടായി. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US ൽ നിന്നുള്ള മദ്യം, വാഹനങ്ങൾ, ക്ഷീരോൽപ്പന്നങ്ങൾ എന്നിവയോട് കാനഡ വിവേചനപരമായ സമീപനം പുലർത്തുന്നു എന്നാരോപിച്ചാണ് ട്രംപിന്റെ ഈ കടുത്ത നീക്കം. ട്രംപ് ഒപ്പുവെച്ച ഉത്തരവ് അനുസരിച്ച് അടുത്ത 30 ദിവസത്തിനകം പുതിയ നികുതി നിരക്കുകൾ നിലവിൽ വരും. അമേരിക്കയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര വാണിജ്യ ബന്ധങ്ങളിൽ വൻ വിള്ളൽ വീഴ്ത്തുന്നതാണ് വൈറ്റ് ഹൌസിന്റെ ഈ പുതിയ തീരുമാനം. കാനഡയിൽ നിന്നുള്ള വൈൻ, ഐസ്, ഹോക്കി സ്റ്റിക്കുകൾ, സിമന്റ് തുടങ്ങിയ പ്രധാന വിപണി ഉൽപ്പന്നങ്ങളെ പുതിയ നികുതി നേരിട്ട് ബാധിക്കും. എന്നാൽ ഊർജ്ജ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ, പൊട്ടാഷ്, മുൻപ് തന്നെ പ്രത്യേക മേഖല അടിസ്ഥാനമാക്കി അധിക നികുതി ചുമത്തിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവയെ പുതിയ 50% തീരുവയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അമേരിക്ക, മെക്സിക്കോ, കാനഡ സൗജന്യ വ്യാപാര കരാറിന്റെ പരിധിയിൽ വരുന്ന ഉൽപ്പന്നങ്ങൾക്കും ഈ പുതിയ നികുതി ബാധകമാകുമെന്ന് കാനഡയ്ക്ക് വൻ തിരിച്ചടിയാണ്. ഇതോടെ ഒരു മണി വാർത്ത പൂർത്തിയാവുകയാണ്. നാളെ ഇതേ സമയം കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.